Hello, welcome to AnoopTube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ടീമക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. വല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടീമക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർമിനൽ മൾട്ടിപ്ലക്സർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടീമക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിസ്റ്റം ലെവൽ അഡ്മിനിസ്ട്രേറ്റർ, ഒരു സെർവർ സൈഡിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെർവറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ലോക്കലി അല്ല, നമ്മൾ സെർവറിലാണ് എല്ലാ പ്രോഗ്രാംസും നമ്മൾ റൺ ചെയ്യുന്നത്, അതിലാണ് പ്രോഗ്രാംസ് എഴുതുന്നത്, അതിലാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്, ഡീബഗ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെർവറിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല ലോക്കൽ മെഷീനിലല്ല, നമ്മളെല്ലാം സെർവറിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടീമക്സ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലക്സർ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ആവശ്യഘട്ടങ്ങൾ മാത്രമേ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇൻ കേസ് നമ്മളെപ്പോഴും പറയാറുള്ളത് കണ്ടിന്യൂസ്ലി 24/7 റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻസ് ആണെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മളെങ്ങനെയാണ് വർക്ക് ചെയ്യുക, നമ്മൾ അല്ലെങ്കിൽ 9 to 6 എന്ന രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വന്ന് ലോഗിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എവറി ടൈം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സെയിം കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ്ലി ഓപ്പൺ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൂടി ഒരു ടീമക്സിലോട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ആ സെഷൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അതായത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ എത്ര കാലം റൺ ചെയ്യുന്നുണ്ടോ അത്രയും കാലം അതെന്തായിരിക്കും, അലവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടീമക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടീമക്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ടീമക്സ് നമുക്ക് ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ചോദിക്കും. ലോക്കൽ മെഷീനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലോക്കൽ മെഷീനിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഡെമോൺസ്ട്രേഷനും ചെയ്യുന്ന എൻ്റെ ലോക്കൽ മെഷീനിലാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓൾറെഡി സെർവറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതെനിക്കിപ്പോൾ ഒരു സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോക്കലി നമുക്ക് ടീമക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ടീമക്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് നമ്മുടെ സെർവറിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ മെഷീനിൽ നമുക്ക് ടീമക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി ടെർമിനൽ എടുക്കുക. ഓക്കെ, ടു apt get install ടീമക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാസ്വേഡ് ചോദിക്കും, അടിച്ചു കൊടുക്കുക. ഓക്കെ, ഓൾറെഡി എൻ്റെ ടീമക്സ് ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ട് ടീമക്സ് ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻ ന്യൂ വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ടീമക്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് ലിനക്സ് ബേസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് ടീമക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ടീമക്സിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, സിംപ്ലി നമുക്കൊരു ടീമക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലി ടീമക്സ് അടിക്കുക. ഓക്കെ, റെൻഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ ടീമക്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമാൻഡ് അടിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ടോപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ റൺ ചെയ്തു. ഓക്കെ, ഇത് ഞാൻ സിംപ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കറൻ്റ് ഇത് റൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സെർവറിലാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇന്നത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്തു പോയി. ഓക്കെ, അതിനുശേഷം നാളെ വരികയാണ്. നാളെ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സെർവറിലോട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ടോപ്പ് എന്ന് പറഞ്ഞ റൺ ചെയ്യണമല്ലേ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം മതി, നമുക്ക് പ്രീവിയസ്ലി റൺ ചെയ്തിരിക്കുന്ന ടീമക്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീമക്സ് അറ്റാച്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ്ലി ഉണ്ടാക്കിയിരിക്കുന്ന ടീമക്സിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി ഏതാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ടോപ്പ് എന്ന് പറഞ്ഞ കമാൻഡാണ് റൺ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതേ സെയിം സാധനം തന്നെ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇതാണ് ടീമക്സ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ ടീമക്സ് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ, നമുക്ക് സിമ്പിളി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളി എന്ത് ചെയ്ത് കൊടുത്താൽ ടീമക്സ് എന്ന് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് പുറത്താക്കി ഇറങ്ങണം, നമ്മൾ ഇതിന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളി അടിക്കാൻ വേണ്ടി Ctrl+B അടിച്ചു. ഓക്കെ, അപ്പോൾ ഡിറ്റാച്ച് ആവും. ഇനി നമുക്കൊരു പർട്ടിക്കുലർ നെയിമിൽ നമുക്കൊരു ടീമക്സ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ടീമക്സ് നടിക്കുക, ന്യൂ നടിക്കുക, അതിനുശേഷം -s എഴുതുക, സെഷൻ്റെ നെയിം നമ്മൾ കൊടുക്കുക. 2 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുക. അതിന് എൻ്റർ അടിച്ചു. അപ്പോൾ എനിക്ക് അനൂപ് P2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു സെഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ പേര് അതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ പ്രോഗ്രാം തുറന്നിട്ടാണ്. ഓക്കെ, ഞാനൊരു പ്രോഗ്രാം ഇവിടെ തുറന്നിട്ടു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ടീമക്സ് സെഷൻ ഞാൻ ഡിറ്റാച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ Ctrl+B അടിച്ചു, ടീമക്സ് സെഷൻ ഡിറ്റാച്ച് ചെയ്തു. ഇനി ഏതൊക്കെ ആക്റ്റീവ് സെഷൻസ് ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടി ടീമക്സ് LS നടിക്കാം. ഓക്കെ, അപ്പോൾ എത്ര ആക്റ്റീവ് സെഷൻസ് ഉണ്ട്, ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. 4 സെഷൻസ് ഓൾറെഡി ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, അനൂപ് 1 എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിലോട്ടാണ് എനിക്ക് പോകേണ്ടതെങ്കിൽ ഞാൻ ടീമക്സ് ടാച്ച് -t എന്ന് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പേര് കൊടുക്കുക, അനൂപ് P2 നടിക്കുക. അപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ തുറന്നിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വീണ്ടും ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള ഒരു ടീമക്സിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന ടീമക്സ് ആണ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ വെറുതെ നമുക്ക് ടീമക്സ് അടിക്കുക, അതിനുശേഷം അറ്റാച്ച് മാത്രം കൊടുത്താൽ മതി. വേറെ ആർഗ്യുമെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ഏതാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് അറ്റാച്ച് ആയിക്കോളും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ടീമക്സ് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീമക്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ടീമക്സിലാണ് നമ്മൾ ഓൾറെഡി ടീമക്സിൽ അറ്റാച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ടീമക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ടീമക്സിന് 2 കാര്യങ്ങളുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സെഷൻ. അപ്പോൾ ഓരോ ടീമക്സ് നമുക്ക് മൾട്ടിപ്പിൾ സെഷൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് ഇങ്ങനെ സെഷൻ ഉണ്ട് വിചാരിക്കുക. ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമക്സിന് വിൻഡോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. മൾട്ടിപ്പിൾ വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഒരു സംഭവമാണ് വിൻഡോ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഈ സെഷനകത്തുള്ള ഒരു സംഭവത്തിനെ പറയണതാണ് വിൻഡോ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വിൻഡോസ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ വിൻഡോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് പോവുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു ടീമക്സിനകത്താണല്ലോ നിൽക്കുന്നത്. ഇനി എനിക്ക് പുതിയൊരു വിൻഡോ കിട്ടണമെങ്കിൽ കൺട്രോൾ ബി നടിക്കുക, സി നടിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. ഇത് പുതിയ വിൻഡോ ആണ്. ഇനി നെക്സ്റ്റ് എനിക്ക് പ്രീവിയസ് വിൻഡോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കൺട്രോൾ ബി എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് വിൻഡോ കിട്ടും. നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2 വിൻഡോയിലോട്ട് പ്രീവിയസ് വിൻഡോയിലോട്ട് തന്നെ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ 0, 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പർട്ടിക്കുലർലി 1 എന്ന് പറഞ്ഞുള്ള വിൻഡോയിലോട്ടാണ് പോകേണ്ടെങ്കിൽ കൺട്രോൾ ബി 1 കൊടുത്തു കഴിഞ്ഞാൽ 1ലോട്ട് പോയിട്ടുണ്ടാവും. നമുക്കിവിടെ ആസ്ട്രിക് ഒരു സ്റ്റാർ സിമ്പിൾ കാണാൻ പറ്റും. കറൻ്റ്ലി ഇതിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കാണാൻ പറ്റും. കറൻ്റ്ലി നമ്മൾ സ്റ്റാറിൽ നിൽക്കുന്നത് 1ലായിരിക്കും. നമുക്ക് പുതിയൊരു ഇതുകൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി സി നടിക്കുക, ക്രിയേറ്റ് ചെയ്യാൻ സി. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി എക്സ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ അടിക്കുക. അപ്പോൾ 2 പോയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ കൺട്രോൾ ബി സി നടിച്ച് കഴിഞ്ഞാൽ 2 എന്ന് വന്നു. വീണ്ടും നമ്മൾ കൺട്രോൾ ബി എക്സ് നടിച്ച് കഴിഞ്ഞാൽ വൈ നടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഞാൻ കൺട്രോൾ ബി എൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന AAA.py എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. ഓക്കെ, ഇനി കൺട്രോൾ ബി എൻ അടിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ടോപ്പ് എന്ന് പറഞ്ഞ സാധനം റൺ ചെയ്തു. ഓക്കെ, കൺട്രോൾ ബി എൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും AAPyലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വിൻഡോയുടെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ പെയിൻസ് നമുക്ക് ഉണ്ടാകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സിംഗിൾ പെയിൻ ആയിരിക്കും ഉണ്ടാവുക. നമുക്കതിനെ മൾട്ടിപ്പിൾ പെയിൻ ആക്കണം വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പെയിൻ ഹൊറിസോണ്ടലി നമുക്ക് 2 പെയിൻ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലി 2 പെയിൻ ആക്കിയിട്ട് പെയിനായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ബി നടിക്കുക, എന്നിട്ട് % അടിക്കുക. ഓക്കെ, നമുക്ക് ഹൊറിസോണ്ടലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സെയിം വിൻഡോയുടെ അകത്ത് തന്നെ നമ്മൾ കൺട്രോൾ ബി എൻ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോയി. ഓക്കെ, ടോപ്പിലുള്ള വിൻഡോയിലോട്ട് പോയി. കൺട്രോൾ ബി എൻ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ വിൻഡോയിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ വീണ്ടും നമുക്ക് ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി നടിക്കുക. അതിനുശേഷം നമ്മൾ ഡബിൾ കോട്ട്സ് അല്ലേ, അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് വീണ്ടും ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ബി നടിക്കുക. അതിനുശേഷം % അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി ഡബിൾ കോട്ട്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ടീമക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കമാൻഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ട്രിഗർ ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് കൺട്രോൾ ബി ആയിരിക്കും. അപ്പോൾ കൺട്രോൾ ബി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തേക്ക് എത്തില്ല. നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. LS അടിച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് മേലത്തെ കിട്ടണമെങ്കിൽ കൺട്രോൾ ബി നടിക്കുക. മേലത്തെ ആരോ അടിച്ച് കഴിഞ്ഞാൽ മേലേക്ക് കിട്ടി. LL അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ ബി ലെഫ്റ്റ് ആരോ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തി, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മേലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ബി ടോപ്പ് ആരോ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ LS അടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കിട്ടും. നമുക്ക് കൺട്രോൾ ബി ലെഫ്റ്റ് ആരോ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറൻ്റ്ലി ഉള്ള ഇവിടെ നിൽക്കുന്ന പ്രോഗ്രാം കിട്ടും. ഇനി കൺട്രോൾ ബി റൈറ്റ് ആരോ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അതിനുശേഷം Python 3AAA.py അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ വർക്കാവില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മൾട്ടിപ്പിൾ വിൻഡോസും മൾട്ടിപ്പിൾ പെയിൻസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ സിംപിളി ഒരു ടീമക്സിൻ്റെ സെഷൻസും വിൻഡോസും പെയിൻസും. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് ബേസിക്കലി നമുക്കൊരു ടീമക്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് മൾട്ടിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ടെർമിനലിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു വിൻഡോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, മൾട്ടിപ്പിൾ പെയിൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടി ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം കുറേ കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിംഗിൾ വിൻഡോയുടെ അകത്ത് തന്നെ. അപ്പോൾ ഇതാണ് ഒരു ടീമക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ടീമക്സ്, അതിനെവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസ് കേസ് എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞത്, നമുക്കൊരു സെർവർ സൈഡിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഈ ടെർമിനലിൽ എക്സിറ്റ് ചെയ്ത് വിചാരിക്കാം. എക്സിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ടെർമിനൽ എടുത്തിട്ട് ടീമക്സ് അറ്റാച്ച് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ സ്റ്റേറ്റിൽ തന്നെ എത്തും. കണ്ടോ, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അതേ സ്റ്റേറ്റിലോട്ട് തന്നെ എത്തും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ടീമക്സിൻ്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ടീമക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെർവർ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ പോവാതെ, അതിൻ്റെ സെഷൻസ് റീസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം ചെയ്യും. ഓക്കെ, ബൈ.